ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന കഴിഞ്ഞ ദിവസം NIA അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അരവിന്ദ് കെജ്രിവാൾ തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളിൽ നിന്ന് 134 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം NIA നടത്തണമെന്നാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു ഹർജി നേരത്തെ തന്നെ ഹിന്ദു സംഘടന നൽകിയിരുന്നു. തീവ്രവാദി പന്നു സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും മറ്റ് 15ഓളം ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളിൽ നിന്നും 134 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരുന്നു എന്ന് ഒരു വീഡിയോയിൽ കൂടി പന്നു തന്നെ പറയുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് NIA ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹർജി നൽകിയ ഹിന്ദു സംഘടനകൾ പറയുന്നത് ദേവേന്ദ്രപാൽ ഭുള്ളർ എന്ന് പറയുന്ന 1993 ദില്ലി ബോംബ് സ്ഫോടനം നടത്തിയ ഖാലിസ്ഥാനി ഭീകരനാണ്. ആ ഭീകരനെ ജയിൽ മോചിതനാക്കാം എന്നൊരു ഉറപ്പ് കേജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും ഇതോടൊപ്പം വരുന്നു. പക്ഷേ ഇവിടെയൊന്നുമല്ല ഈ കഥയുടെ വേറൊരു ട്വിസ്റ്റ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായി ദില്ലിയുടെ അതിർത്തിയിൽ തമ്പടിച്ച് സമരം ചെയ്യുന്ന ചില കർഷക സംഘടനാ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ കടുത്ത ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ സമരത്തിൻ്റെ സ്പോൺസർമാർ ഖാലിസ്ഥാൻ സംഘടനകളാണ് എന്ന് നേരത്തെ മുതൽ തന്നെ വലിയ ആരോപണമുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ സമരത്തിന് വെള്ളവും വളവും നൽകിയ പാർട്ടി ആം ആദ്മിയായിരുന്നു. പ്രധാനപ്പെട്ട പാർട്ടി ആം ആദ്മി തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായ NIA അന്വേഷണം മുൻപോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി കർഷക സംഘടനാ നേതാക്കൾ ആ ഒരു നിജസ്ഥിതി കൂടി വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒന്നാം കർഷക സമരം അത് വലിയ രീതിയിൽ തന്നെ അക്രമത്തിലേക്ക് കലാശിച്ചിരുന്നു. അതിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ സംഘടനകളാണ് എന്ന് അന്ന് തന്നെ വാദം ഉയർന്നിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആകുന്നു. 15ഓളം ഖാലിസ്ഥാനി സംഘടനകൾ, ഖാലിസ്ഥാൻ തീവ്രവാദ ഭീകരവാദ സംഘടനകളിൽ നിന്നും 134 കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റിയിരിക്കുന്നു. അത് ഈ ഭള്ളർ എന്ന് പറയുന്ന ഈ ജയിലിൽ കിടക്കുന്ന ഖാലിസ്ഥാനി തീവ്രവാദിയെ പുറത്തു വിടുന്നതിനും കൂടി നൽകിയ തുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളതിനും വേണ്ടി ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.